ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു റിവ്യൂ ആണ്. നമ്മുടെ ടെറസിൽ കാഴ്ച R2E2 മാങ്ങ. അപ്പോൾ ഇതിൻ്റെ മഴത്തൊന്ന് കൊഴിഞ്ഞാടി കുറേ മാങ്ങകളൊക്കെ നഷ്ടപ്പെട്ട് അതിലൊരു മാങ്ങ മൂക്കാത്ത മാങ്ങ എടുത്തു വെച്ചിട്ട് ഒന്ന് പഴുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുറിച്ച് അതിൻ്റെ റിവ്യൂ ഒന്ന് തരാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു 4-5 ഇതിൽ വെച്ചതാണ്. ഇതാണ് R2E2 മാങ്ങ. ഇത് കവർ ഇട്ടുകൊണ്ട് നമ്മളെ കവർ ഉപയോഗിച്ചുകൊണ്ട് പ്രാവശ്യം കളർ കിട്ടിയിട്ടില്ല. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ റെഡ് കളർ വരുള്ളൂ എന്നുള്ളത് മനസ്സിലായി. നമ്മൾ ഏത് മാങ്ങക്ക് നാംഡോക്കാണെങ്കിലും ഗ്രീൻ നാംഡോക്ക് ഗോൾഡ് നാംഡോക്ക് ആയതാണ്. ഇപ്പോൾ ഇത് കവർ ഇട്ട് കൊടുത്തപ്പോൾ ഗോൾഡായി മാറി, കവർ ഇടാത്തതിന് ഗ്രീനായി മാറി. നമ്മളെ വിഷയം അതല്ല. അപ്പോൾ ഇത് ജസ്റ്റ് R2E2 മാങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിരുന്നു. കഴിഞ്ഞല്ല അതിൻ്റെ മുമ്പത്തെ കൊല്ലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മലപ്പുറത്തുള്ള പെരിന്തൽമണ്ണ നഴ്സറിയിലുള്ളവരൊക്കെ അതേമാതിരി വടകര അവരൊക്കെ വന്നിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വലിയ വീഡിയോ ഒന്നും ചെയ്യാനില്ല. മരം കാറ്റത്തൊന്നാകെ മറിഞ്ഞ് വീണ് മൊത്തം പണി കഴിഞ്ഞ്. അപ്പോൾ ഏതായാലും ആ ഒരു മാങ്ങ വാടിപ്പോയത്തെ മാങ്ങൻ്റെ ഒരു റിവ്യൂ ആണ് തരാൻ പോണത്. പിന്നെ ഇതിനൊന്നിപ്പോൾ പൊട്ടിക്കാനായിട്ടില്ല, അത് കളറായിട്ടില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങളെ അതിൻ്റെ റിവ്യൂയിലേക്കൊന്ന് കൊണ്ടുപോവാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ മുന്നേ മാങ്ങ ഒന്ന് കാണിച്ചാൽ അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതാണ് R2E2 മാങ്ങൻ്റെ നമ്മളെ ടെറസിൻ്റെ മുകളിലുള്ള 3 വർഷമായിട്ട് കായ്ച്ച കണ്ടിരിക്കുന്നൊരു മാവാണ്. അപ്പോൾ അത്യാവശ്യം കായ്ക്കുന്നുണ്ട്. ഇപ്രാവശ്യം കുറച്ച് മാങ്ങ കുറവാണ്. കാരണം ഫ്ലവർ ഇട്ട പാട് നന്നായിട്ട് മഴ പെയ്തു. അപ്പോൾ ഇതിലൊരു മാങ്ങ അങ്ങനെ വന്നിട്ട് കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഞാനോട്ട് പൊട്ടിക്കുന്നുണ്ട്. എന്തായാലും റിവ്യൂ ചെയ്യാൻ നമുക്ക് മുന്നേ കാറ്റിന് മഴയത്ത് വീണ മാങ്ങ, മുകളിൽ നേരത്തെ കാണിച്ച മാങ്ങ ഉണ്ട്. കവറിട്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ കളറുള്ളത്. നമ്മളെ കാലാവസ്ഥക്ക് സെറ്റായി വന്നൊരു മാങ്ങയാണ്. അപ്പോൾ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. പക്ഷേ കായ്ക്കാൻ ചെറിയ തൈകൾ വെച്ചാൽ കുറച്ച് ടൈം എടുക്കും കായ്ക്കാൻ എന്നുള്ളതാണ്. അതൊരു ന്യൂനത ഉള്ളത്. കാരണം ഒരു 5 വർഷമൊക്കെ ആയ പ്ലാന്റാണ് കായ്ച്ച് തുടങ്ങുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ R2E2 മാങ്ങേനെ കുറിച്ച് പറയാനുള്ളത്. കവർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല റെഡിഷ് കളറിൽ വരുന്ന ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടൊരു മാങ്ങയാണ്. ഏകദേശം 1.5 കിലോ വരെ കഴിഞ്ഞ പ്രാവശ്യം എനിക്കിതിൻ്റെ ഒരു തൂക്കം കിട്ടിയിട്ടുണ്ട്. പ്രാവശ്യം ഉണ്ടായ മാങ്ങൊക്കെ വളരെ കുറവാണ്, 1 കിലോൻ്റെ താഴെ ഉള്ളൂ. ജസ്റ്റ് ഒരു മാങ്ങ തന്നെയാണ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ അല്ല അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. ഇതിൻ്റെ മുന്നേ കാറ്റത്ത് വീണ മാങ്ങേൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോണത്. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ ആ മാങ്ങ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അത് വീണത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. സാധാരണ ഇതൊരു റെഡിഷ് കളറാണ് ആവല് മൂത്ത് പഴുത്താൽ. അപ്പോൾ എന്തായാലും അത് ഇനിയിപ്പോൾ കാണിക്കണമെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ചെറുതൊക്കെ വലുതായിട്ട് വേണം. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. ആ വീണ ഭാഗം ചെറുതായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെയിറ്റ് എത്ര ഉണ്ടെന്നൊന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ 820 ഗ്രാം 816 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് ഇനിയും സൈസ് ആവാനുണ്ട്. 1 കിലോൻ്റെ മുകളിലാണ് ഇതിൻ്റെ ശരിക്കുള്ള സൈസ് വരിക. ഇതിൻ്റെ ആക്ച്വൽ കളറ് റെഡ് കളറാണ് വരിക. ഒരു ഭാഗം എന്നാകെ റെഡിഷ് കളറാവും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇതിനുള്ളൊരു ന്യൂനത. എന്തായാലും ഒന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ആ വീണ ഭാഗം കലങ്ങിയിട്ടുണ്ട്. അമ്മാതിരി മഴയും കാറ്റൊക്കെ ആയിരുന്നു. ഇത്രയും വലിയൊരു ഡ്രമ്മ് മറിഞ്ഞ് വീഴണമെങ്കിൽ ഇത്ര പവർഫുൾ കാറ്റായിരിക്കും എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷന്. സംഭവം കാണാനൊക്കെ അടിപൊളിയാണല്ലേ. എന്തായാലും എന്നിട്ട് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ. മൂക്കാതെ പഴുത്തിട്ട് മാതിരി മധുരം. എനിക്കൊരു സുഹൃത്ത് അവരുടെ വീട്ടിലുണ്ടായത് R2E2 വീഡിയോ കാണിച്ചിട്ട് അയച്ചു തന്നിരുന്നു. മധുരമില്ല പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു എന്തെങ്കിലും R2E2 ആവില്ല, അതേ ഇതിലുള്ള ഒരുപാട് മാങ്ങകൾ ബംഗാളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു മാങ്ങ ഇരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഏതെങ്കിലും ക്രോസിങ് ആയിട്ടുണ്ടാവുന്നില്ല.
തേൻ മാതിരി, ഒരു രക്ഷയില്ല, അടിപൊളി മധുരം. അപ്പോൾ അതൊന്നുകൂടെ മൂത്ത് പഴുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പം ഇതാണ് R2E2 ബൈ അബ്ദുൾ റസാഖ് തിരൂർ.